ശരത്തുമായിട്ട് ഭയങ്കര കൂട്ടായിരുന്നു ബിൻസി. എനിക്ക് തോന്നുന്നില്ല അത്ര കൂട്ടായിരുന്നു എന്ന്. ഭയങ്കര തിക്കായിരുന്നേ. ഞങ്ങൾ ഇവിടെ ഉണ്ടായപ്പോഴൊന്നും ഞാൻ കണ്ടൊന്നുമില്ലെന്നേ. അത് കഴിഞ്ഞ് 2 ദിവസം ഭയങ്കര കളികളും ഒക്കെ ആയിരുന്നു. ബിൻസി പുറത്തായപ്പോ ശരത്ത് കരഞ്ഞത് കണ്ടിട്ട് ഞാൻ ഞെട്ടിപ്പോയി. ഇത് നമ്മുടെ രേണുസുതി ഷാരികയും തമ്മിലുള്ള ഒരു കോൺവെർസേഷൻ ആയിരുന്നു കേട്ടോ. ഇന്നത്തെ എപ്പിസോഡിനകത്തുണ്ട്. ഇന്നലത്തെ എപ്പിസോഡിനകത്ത് ഇവര് തമ്മിലുള്ള ഒരു കോൺവെർസേഷൻ ആണ്. പക്ഷെ ഇതധികം നേരെ ഒന്നും കാണിക്കുന്നില്ല. പെട്ടെന്ന് അബ്രപ്റ്റ് ആയിട്ട് തന്നെ ബിഗ് ബോസ് കട്ട് ചെയ്ത് വിടുന്നുണ്ട്. പുറത്തൊരു കണ്ടസ്റ്റന്റിനെ നെഗറ്റീവ് ആക്കാതിരിക്കാൻ വേണ്ടി ആയിരിക്കാം മേ ബി. അപ്പാനുശരത്തും RJ ബിൻസിയും ഇവര് തമ്മിൽ യഥാർത്ഥത്തിൽ ഒരു കോംബോ പിടിക്കാൻ ശ്രമിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട് എന്ന് തന്നെ വേണം പറയാനായിട്ട്. ശരത്ത് ബിൻസിയെ എന്ന് പറഞ്ഞാണ് വിളിച്ചുകൊണ്ടിരുന്നത്. അത്രയും അടുപ്പമുള്ളവരെയാണ് നമ്മൾ അങ്ങനെ നീട്ടി വിളിക്കുന്നത്. ആ വിളിയിൽ വലിയ കുഴപ്പമൊന്നും ഇല്ലായിരുന്നു. പക്ഷെ ഡോക്ടർ ബിന്നി തമാശയായിട്ടാണെങ്കിലും ഇവരുടെ ഒരു കോംബോയെ വേറൊരു രീതിയിലേക്ക് പ്രൊജക്ട് ചെയ്ത് വിടുന്ന ഒരു കാഴ്ചയായിരുന്നു കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടത്, ശനിയാഴ്ച. അന്ന് അപ്പാനിയും ബിന്നിയും തമ്മിലൊരു വഴക്ക് വരെ ഉണ്ടായതായിരുന്നു. ബിന്നി പറഞ്ഞ ജോക്ക് ഇതാണ്: സ്വന്തം ഭാര്യ പ്രഗ്നന്റ് ആയിട്ട് വീട്ടിലിരിക്കുമ്പോഴാണ് ബിൻസിയെ എന്ന് പറഞ്ഞ് നീട്ടി വിളിച്ചുകൊണ്ട് നടക്കുന്നത് എന്ന്. ഇതൊരു വലിയ വഴക്കൊന്നും ആയില്ല. പക്ഷെ സ്പോട്ടിൽ തന്നെ റിയാക്ട് ചെയ്യുന്ന ഒരു ശരത്തിനെ ലൈവില് കാണാനിടയായി. ബിന്നിയെ കരയിപ്പിച്ച് വിട്ടു എന്ന് പറയേണ്ട ഒരു സാഹചര്യത്തിൽ വരെ കാര്യങ്ങൾ എത്തി. എന്നിട്ട് പിന്നെ അപ്പാനി പോയി സോറി ഒക്കെ പറയുന്നുണ്ട്. ഇതിലെനിക്ക് തോന്നുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇങ്ങനൊരു പ്ലാറ്റ്ഫോമിൽ വന്നിട്ട് ഈ പറഞ്ഞ പോലെ ഭാര്യയൊക്കെ ഉള്ള ഒരു ആർട്ടിസ്റ്റ് ആയിട്ടുള്ള ശരത്ത് എക്സ്ട്രാ മാരിറ്റൽ അഫെയർ പോലൊരു മണ്ടത്തരം കാണിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അതൊന്നും അല്ലായിരുന്നു അവരുടെ ഒരു ട്രാക്ക്. ഷാരികയ്ക്കുള്ള അതേ ഞെട്ടലാണ് എനിക്കും ഉണ്ടായത് ഈ കരച്ചിലും പിഴിച്ചിലും ഒക്കെ കണ്ടിട്ട്. അതിന് കാരണം റാൻഡംലി പൊട്ടിമുളച്ചൊരു ഫ്രണ്ട്ഷിപ്പ് ആയിരുന്നു ഇവരുടെ. ബിഗ് ബോസിന് അത് കോംബോ ഉണ്ടാക്കാൻ വേണ്ടിയുള്ള ഫ്രണ്ട്ഷിപ്പും ഓർഗാനിക് സാധനവും കാണുമ്പോൾ നമുക്ക് മനസ്സിലാവുമല്ലോ. ഇവരുടെ ഒട്ടും ഓർഗാനിക് ആയൊരു സംഭവം ആയിരുന്നില്ല. അതുകൊണ്ടാണ് പ്രേക്ഷകർ ഇത്രയധികം നെഗറ്റീവ് പറയുന്നത്. ബിൻസിയെ പുറത്താക്കിയത് നന്നായി, അതുകൊണ്ട് അപ്പാനിയുടെ കുടുംബം രക്ഷപ്പെട്ടു എന്നൊക്കെയാണ് ചിലർ കമന്റ് ഒക്കെ ഇടുന്നത്. എന്തായാലും ബിൻസി ഇതൊക്കെ വായിക്കുമ്പോൾ തല കറങ്ങി വീണിട്ടുണ്ടാവുന്നതാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ. കാരണം ഇത് ഈ രീതിയിലുള്ള ഒരു സംഭവം അല്ല. ബിന്നിയാണ് ഇതിനെ ഇങ്ങനെ ഒരു രീതിയിലേക്ക് പ്രൊജക്ട് ചെയ്ത് വിട്ടത്. ശനിയാഴ്ച ലൈവിൽ കണ്ടിട്ടുള്ളവർക്കറിയാം, ബിന്നിയാണ് ഈ ഒരു സംഭവത്തിൽ ഇത്രയും പ്രൊജക്ട് ചെയ്ത് വിടാൻ കാരണമായത്.